ഇടതുഭരണത്തിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൽ ഇതാദ്യമായി CITU തൊഴിലാളി സംഘടന രൂപീകരിച്ചു. കേരള സ്പോർട്സ് കൗൺസിൽ എംപ്ലോയീസ് അസോസിയേഷനാണ് പുതിയ തൊഴിലാളി സംഘടന. കൗൺസിലിന് മുന്നിൽ കൊടിമരം വെച്ച് CITU കൊടിയും നാട്ടി. ഇനി മുതൽ പരിശീലകരും ജീവനക്കാരും യൂണിയനിൽ ഉൾപ്പെടും. ഒരു രാഷ്ട്രീയവുമില്ലാതെ പ്രവർത്തിച്ച കോച്ചസ് അസോസിയേഷൻ മാത്രമാണ് ഇതുവരെ കൗൺസിലിൽ ഉണ്ടായിരുന്നത്. കായിക രംഗത്ത് രാഷ്ട്രീയം വേണ്ടെങ്കിലും അങ്ങനെ ഒരു സംഘടന സാധ്യമാകാത്തതുകൊണ്ടാണ് CITU യൂണിയൻ രൂപീകരിച്ചതെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് വി ശിവൻകുട്ടി പറഞ്ഞു. ഇതോടെ കൗൺസിൽ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം കടന്നുവരുമെന്ന് വ്യക്തം. അന്ധമായ രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ സാധാരണ ഫാക്ടറികളിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രേഡ് യൂണിയന്റെ പ്രവർത്തന ശൈലിയിലായിരിക്കില്ലല്ലോ ഇവിടുത്തെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത്. ഇതിന് ചുവടുപിടിച്ച് മറ്റ് തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തുവാനുള്ള നീക്കം CITU മുൻകൂട്ടി കാണുന്നു. അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു സംഘടന തന്നെ ആവുന്നതായിരിക്കും നല്ലത്. ഭരണത്തിലെ സ്വാധീനം പ്രയോജനപ്പെടുത്തി CPM അനുഭാവികളും അല്ലാത്തവരുമായി കൗൺസിലിലുള്ളവരെ കൂടെ നിർത്തുവാനുള്ള നീക്കം കൂടിയാണ് തൊഴിലാളി സംഘടനാ രൂപീകരണം. കായിക ഭരണം കൈപ്പിടിയിൽ ഒതുക്കുവാനുള്ള CPM നീക്കത്തിന്റെ ഭാഗമായാണ് സ്പോർട്സ് കൗൺസിലിൽ CITU തൊഴിലാളി യൂണിയൻ രൂപീകരിച്ചത്. കായിക രംഗം രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന വിമർശനത്തിനും ഇത് വഴിയൊരുക്കും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.